കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തിന്റെ കേടവൾക്ക്? ഗുരുക്കളുടെ അടുത്തേക്ക് ചെന്നാ ഞാനെ പിടിക്കപ്പെടാൻ പോകുന്നേ. അതോടെ കല്യാണം മുടങ്ങുന്ന ഇവൾക്ക് അറിയില്ലല്ലോ. അമ്മാവാ, ശരിക്കും വൈദേഹിയെ കുറിച്ച് ആലോചിക്കുമ്പോഴേ പേടിയാവുക. ചിലപ്പോ ജാനകിയുടെ ദേഹത്തായിരിക്കും കേറുന്നേ, മറ്റു ചിലപ്പോ കാറ്റിലൂടെ വരും. എങ്ങാനും കൊന്നു കളയാന്നുള്ളത് അമ്മാവ് ഇപ്പൊ എന്റെ പേടി. ദേവന്റെ കയ്യിൽ നിന്ന് മേടിച്ചതൊന്നും പോരാന്നുണ്ടോ? വൈദേഹി പ്രേതമാണെന്ന് പറയുന്നൊന്നും നിർത്താറായില്ലേ? ഇന്ദു അമ്മേ, വൈദേഹി അല്ലാതെ പിന്നെ വേറെ ആര് വരാനാ? ഞാൻ അടിയത് നിന്റെ അന്ത്യം കുറിക്കാനെത്തിയ യക്ഷി. ഏതെങ്കിലും രൂപത്തില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. ഗുരുക്കളെ നേരിട്ട് കണ്ട പരിഹാരം എന്തെങ്കിലും കിട്ടിയാലോ? വൈദേഹി മാത്രമാണ് ദേവന്റെ ഏക ഭാര്യ. ഇതെന്താ ഗുരുക്കളെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? മാളവിക പറഞ്ഞാലും കാര്യമുണ്ടല്ലോ. ഗുരുക്കളുടെ അടുത്ത് പോയിട്ട് വരട്ടേന്നേ. ഈ വീടിനെ പിടിച്ചിരിക്കുന്ന ശനി അതോടെ ഒഴിഞ്ഞു പോയാലോ? വൈദേഹി മാത്രമാണ് ദേവന്റെ ഭാര്യ എന്ന് എഴുതിയത് എന്താ ഗുരുക്കളെ? ഇത് നമ്മുടെ തീരുമാനമല്ല, സാക്ഷാൽ മഹാദേവന്റെ തീരുമാനമാണ്. ഇത് മാത്രമേ നടക്കാനും പാടുള്ളൂ. വേണ്ട, ഇപ്പൊ ആരും ഈ വീട്ടിൽ നിന്ന് രാജഗുരുക്കളുടെ അടുത്തേക്ക് പോവണ്ട. എനിക്കറിയാമേ, അമ്മ ഇങ്ങനെ പറയും. ഗുരുക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇങ്ങനൊരു കല്യാണം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ അമ്മയുടെ കള്ളക്കളി മുഴുവനും പുറത്താവില്ലേ? എന്തുകൊണ്ട് വേണ്ട അമ്മായി? എന്റെ ഇവിടുത്തെ അവസ്ഥ അമ്മായും കാണുന്നില്ലേ? മാളവികേ, അമ്മ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. പോകണ്ടെന്നല്ലേ പറഞ്ഞത്? പോകണ്ടെന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നല്ലേ ആചാരം? അപ്പൊ അത് തന്നെയല്ലേ കാര്യം? അല്ലേ അമ്മേ, അത് തന്നെയല്ലേ? അത് തന്നെ, അതാ കാര്യം. ഇതിപ്പോ ഗുരുക്കളെ കാണാൻ വേണ്ടിയല്ലേ പോകുന്നേ. അതുകൊണ്ട് ആചാരങ്ങളൊന്നും തെറ്റില്ല. മാത്രമല്ല, ഗുരുക്കളെ കാണാൻ കഴിഞ്ഞ അനുഗ്രഹം വാങ്ങിക്കാലോ. അത് ശരിയാ മോനെ. ഗുരുക്കൾക്ക് കല്യാണക്കാരിയൊന്നും അറിയില്ലല്ലോ. നേരിട്ട് പറയുകയും ചെയ്യാം. വിളിച്ചോണ്ട് ചെല്ലേ. ആയിക്കോട്ടെ അമ്മേ. എന്തായാലും എനിക്ക് അമ്പലം വരെ പോകാനുണ്ട്. അമ്പലത്തിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് പോയിട്ട് വരാം. മോളെ മാളവികയെ, അമ്മാവാ, മോളും എന്റെ കൂടെ തന്നെ പോരെ? ദാസേട്ടാ, ഒരു മിനിറ്റ് ദാസേട്ടാ. എന്താ കൗസല്യേ? അല്ല, ഗുരുക്കൾ ഇതുവരെ ഹിമാലയത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. പിന്നെന്തിനിപ്പോ അവിടം വരെ പോകുന്നേ? അദ്ദേഹം തിരിച്ചെത്താനുള്ള സമയമായല്ലോ. കല്യാണത്തിന്റെ തലേ ദിവസം എത്തുമെന്നാ അവര് പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പൊ തന്നെ നിന്റെ സംശയം അങ്ങ് മാറ്റിയേക്കാം. ഞാനൊന്ന് ആശ്രമത്തിലേക്ക് വിളിച്ചു നോക്കട്ടെ.
ഹലോ സ്വാമി, ഞാൻ കൊട്ടാരം വീട്ടിലെ ദശരഥ രാമവർമ്മയാ. പറഞ്ഞോളൂ വർമ്മ സാറേ. അതെ സ്വാമി, ഗുരുക്കള് തിരിച്ചെത്തിയായിരുന്നോ? എത്തിയിട്ടില്ല. ആ, ശരി സ്വാമി, ഗുരുക്കൾ എത്തിയാൽ എന്നെ ഒന്ന് അറിയിക്കണേ. അങ്ങനെ ആയിക്കോട്ടെ. അമ്മേ, ഗുരുക്കൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അത്രേ. അപ്പൊ എന്താ ചെയ്യാ അമ്മാവാ? ആ വൈദേഹി എങ്ങനെ എന്നെ കൊന്നു കളഞ്ഞാലോ? ഞാൻ എങ്ങനെ രക്ഷപ്പെടും? മാളവിക, വെറുതെ ഇങ്ങനെ പേടിക്കാതിരിക്കെ. ഞാനല്ലേ പറയുന്നേ, ഇങ്ങോട്ട് വാ. വന്നേ. എന്നാ പിന്നെ അമ്മേ, ഞാനൊന്ന് അമ്പലം വരെ പോയി അഭിഷേകം നടത്തിയിട്ട് വരാം. പോയിട്ട് വാ മോനെ. ഗുരുക്കൾ ഇതുവരെ തിരിച്ചെത്തിയില്ലേ? അദ്ദേഹം വന്നിരുന്നെങ്കിൽ മാളവികയുടെ കള്ളക്കളി എല്ലാം പുറത്തായനെ. ആ പ്രതീക്ഷയും തകർന്നു. ഈ ദേവേട്ടന്റെ ഒരു കാര്യം, വൈദേഹി വരും, കല്യാണം മുടക്കും എന്നും പറഞ്ഞ് താലി കെട്ടാൻ തയ്യാറായി നിൽക്കുക. ഞാനാ വൈദേഹി എന്നും പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. പിന്നെ എന്താ ഒരു വഴി? കല്യാണത്തിന് മുന്നേ ഗുരുക്കൾ എത്തിയിരുന്നെങ്കിൽ. ഓം ശിവായേ നമഃ, ഓം പരമേശ്വരായേ നമഃ, ഓം നീലകണ്ഠായേ നമഃ, ഓം രുദ്രായേ നമഃ, ഓം മൃത്യുഞ്ജയായേ നമഃ. പ്രണാമം ഗുരുക്കളെ. ദീർഘായുഷ്മാൻ ഭവ, സുഖീ ഭവ. ആ ഗുരുക്കളെ, ഹിമാലയ യാത്രയൊക്കെ ഗംഭീരായില്ലേ? അതിഗംഭീരമായിരുന്നു. ആശ്രമത്തിൽ എന്തെങ്കിലും പ്രത്യേക വിശേഷങ്ങൾ? ഗുരുക്കളില്ലെങ്കിലും ഭക്തരുടെ പ്രവാഹത്തിന് ഒരു കുറവുമില്ല. കൊട്ടാരം വീട്ടിൽ നിന്ന് ഒരു ക്ഷണക്കത്തുണ്ട്. ദശരഥ രാമവർമ്മയാണോ കൊണ്ടുവന്നത്? എന്താ കാര്യം? ഒരു നിമിഷം ഗുരുക്കളെ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ. ഓം നമഃ ശിവായ.
നീ എന്ത് വിട്ടിത്തിരി കാണിക്കാൻ തുടങ്ങിയത്? ഗുരുക്കളെ കാണേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനീ വാശി പിടിക്കുന്നത്? എന്ത് ചെയ്യാനാ അമ്മായി? എന്റെ അവസ്ഥ അമ്മായിയും കാണുന്നതല്ലേ. കഴിഞ്ഞ ദിവസം സാരി കത്തിക്കാൻ നോക്കി, പിന്നെ ദേ അക്വേറിയത്തിലെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കി. എപ്പ എന്ത് നടക്കുമെന്നറിയില്ല. പ്രാണൻ എപ്പോഴാ പോകുന്നേന്നോർത്ത് ഭയന്നാ ജീവിക്കുന്നത്. പക്ഷെ ഇതാ കല്യാണം വരെ ഉണ്ടാവൂ. അത് കഴിഞ്ഞ പിന്നെ വൈദേഹിയുടെ പൊടി പോലും ഉണ്ടാവില്ല. അതുവരെ ഞാനുണ്ടാവും അമ്മായി. കല്യാണത്തെ ഓർത്തൊന്ന് സന്തോഷിക്കാൻ പോലും വയ്യ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഉറങ്ങാൻ പോലും പേടിയാ. കണ്ടോ എന്നെ? ഓർക്കളച്ച് കോലം തെറ്റിയെന്ന് പറഞ്ഞാ മതി. അതുകൊണ്ടാ ഗുരുക്കളെ ഒന്ന് കണ്ട മന്ത്രം ജപിച്ച് ഏലസ് കെട്ടി തരൂലോ. വൈദേഹി പിന്നെ എന്റെ അടുത്തേക്ക് വരാൻ പോലും ധൈര്യം കാണിക്കില്ല. അപ്പൊ പിന്നെ തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ. കല്യാണം ഭംഗിയായിട്ട് നടക്കും. രാജഗുരുക്കൾ വന്ന എല്ലാം തകിടം മറിയും. കല്യാണം അതോടെ മുടങ്ങുകയും ചെയ്യും. അതെങ്ങനെയാ അമ്മായി? ഗുരുക്കളുടെ അനുഗ്രഹത്തോടെയല്ലേ ഈ കല്യാണം നടക്കാൻ പോകുന്ന തന്നെ. പിന്നെങ്ങനെ ഇത് മുടങ്ങുന്നേ? അതൊന്നും നീ എന്നോട് ചോദിക്കരുത്, പറയാനും പറ്റില്ല. ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ രാജഗുരുക്കൾ ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്ന കാര്യം പോലും അറിയാൻ പാടില്ല. നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് മാത്രം ഇതുവരെ ഗുരുക്കൾ ഹിമാലയത്തിൽ നിന്ന് തിരിച്ചു വരാത്തത്. ഗുരുക്കൾ ഒരിക്കലും ഇത് അനുവദിച്ചു തരില്ല. ഇനി ഒരിക്കലും രാജഗുരുക്കളുടെ പേര് പോലും പറയരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി അമ്മായി. നീ എന്ത് വിട്ടിത്തുവാ കാണിക്കാൻ പോയെ? എന്താ ചേച്ചി, ഗുരുക്കൾ അറിഞ്ഞ എന്റെ കല്യാണം എങ്ങനെയാ മുടങ്ങുന്നേ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. ഗുരുക്കളുടെ കാഴ്ചപ്പാടിൽ കൊട്ടാരം വീട്ടിലെ ദേവന്റെ ഭാര്യയാകാനുള്ള യോഗ്യത നിനക്കില്ല മാളവിക. അതെന്താ? അന്ന് ഗുരുക്കള് കൊടുത്തയച്ച കത്തില് മാളവികയ്ക്കും ദേവന്റെ ഭാര്യയാവാനുള്ള ആ ഒരു അവകാശം ഉണ്ടെന്നല്ലേ എഴുതിയിരുന്നേ? അത് എഴുതിയത് ഗുരുക്കളല്ല, ഞാനാ. നിങ്ങളോ? അതെ, ഞാൻ തന്നെ. ഒരു കാരണവശാലും നടന്നതൊന്നും ആരും അറിയരുത്. അയ്യോ, അതെന്നോട് പ്രത്യേകം പറയണോ? ഞാൻ നോക്കിക്കോളാം വല്യമ്മേ. അതാണ് സംഭവിച്ചത്. രാജഗുരുക്കള് തന്നയച്ചത് വൈദേഹി മാത്രമാണ് അവകാശി എന്ന കത്തായിരുന്നു. അത് മാറ്റാൻ ഞാൻ കുറെ പണിപ്പെട്ടു. അതെയോ? ഇതുവരെ ഞാൻ എന്റെ പേര് എഴുതിയെന്ന് വിചാരിച്ചിരുന്നു. എന്നാ അമ്മായി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതിന്റെ കാരണം വൈദേഹി അനാഥയാണെന്നുള്ളതാണ്. അനാഥയുടെ സന്തതിയെ സ്വീകരിക്കാൻ കൊട്ടാരത്തിലെ കൗസലിക്ക് മനസ്സില്ല. അനന്തരവളായ നിന്നിലൂടെ സന്തതിയെ കിട്ടാനാണ് ആ കത്ത് മാറ്റിവെച്ചതും ഈ കല്യാണം നടത്തിക്കാൻ ശ്രമിക്കുന്നതും. ഏയ്, ഇങ്ങോട്ട് നോക്കിയേ. വൈദേഹി അനാഥയാണെന്ന് ഇങ്ങനെ ഉച്ചത്തിലൊന്നും പറയരുത്. പ്രേതം അങ്ങനെ അത് കേട്ടാലോ വീണ്ടും അടി വാങ്ങിക്കണോ? ഇതെല്ലാം കല്യാണം വരെ മാത്രം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രേതമായാലും മനുഷ്യനായാലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? വൈദേഹി കാരണം ഈ കല്യാണം മുടങ്ങുന്നൊന്നും എനിക്കറിയില്ല. രാജഗുരുക്കൾ വന്നാ ഉറപ്പായിട്ട് ഇത് മുടങ്ങും. ഇനിയിപ്പോ ഗുരുക്കളെങ്ങാനും വന്നാലോ? അദ്ദേഹം ഹിമാലയത്തിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. വന്നാൽ തന്നെ ഈ കല്യാണത്തിന്റെ കാര്യം അദ്ദേഹത്തിന് അറിയില്ലാന്നേ.
ആ ഇനിയിപ്പോ വന്നാൽ തന്നെ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒപ്പിക്കാന്നേ. പക്ഷെ അതിന്റെ പേരിൽ ഇനി നീ ഗുരുക്കളെ കാണാൻ പോയേക്കരുത്. ആ ശരി. വരുണേട്ടാ. എന്താ? നിങ്ങളും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഈ വീട്ടിൽ നിന്ന് പുറത്തായി പോയേനെ. അപ്പൊ ഗുരുക്കളുടെ കത്ത് മാറ്റി എഴുതി എന്നെ രക്ഷിച്ചു. പിന്നെ എന്റെ ലവർ വന്നപ്പോ കല്യാണം മുടങ്ങാതെ എന്നെ സഹായിച്ചു. ഇതിനെല്ലാം ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? പറയ്. ഇപ്പൊ ഒന്നും വേണ്ട. ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം. കടപ്പാട് തീർക്കാനുള്ള ഒരു അവസരം ഞാൻ തരുന്നുണ്ട്. മെഹന്തി ഫംഗ്ഷൻ നടക്കും എന്തുമേ? ഇതിന്റെ ഒരു കുറവേ ഉള്ളൂ. നടക്കാത്ത കല്യാണത്തിന് എന്തിനാ ഈ മെഹന്തി ഫംഗ്ഷനും ഒക്കെ? കമോൺ ആന്റി, കമോൺ. ഇങ്ങനെ നിന്നാലെങ്ങനെ? ഏറ്റവും ആദ്യം മെഹന്തി ഇടേണ്ടത് ആന്റിക്കാ. വേഗം വാ. ഈ പ്രായത്തിൽ എനിക്കും തന്നെ കുട്ടി ഈ മെഹന്തി മേക്കപ്പും ഒക്കെ അതൊക്കെ കൊച്ചു പിള്ളേർക്ക് മതി. അതിരിക്കട്ടെ, കുട്ടിയാരാ? എവിടുന്ന് വരുന്നു? വെഡിങ് പ്ലാനേഴ്സ് എന്തുവമ്മേ? ഡെക്കറേഷനിൽ തുടങ്ങി കല്യാണത്തിന്റെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഇവരാ നോക്കുന്നത്. നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല. ടോട്ടൽ കോൺട്രാക്ട് അവരുടെ കയ്യില. കണ്ടില്ലേ അവരുടെ ആൾക്കാരെ ഇവിടെ ഓടി നടക്കുന്ന മുഴുവൻ. ഇതൊക്കെ എന്തിരിക്കുന്നു മാഡം? നാളെ ഞങ്ങളുടെ മാഡം വരുമ്പോഴാ ശരിക്കുള്ള ആഘോഷങ്ങള്. ഇതിനൊരു മാഡവും ഉണ്ടോ? ആ ഉണ്ടല്ലോ. അമ്മായി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് മോളെ.
നിന്റെ പേരും ദേവന്റെ പേരും നല്ല പൊരുത്തം. എന്റെ മനസ്സ് നിറഞ്ഞു. ഇന്ദുവമ്മേ, എങ്ങനെയുണ്ട്? ദേവേട്ടാ, എങ്ങനെയുണ്ട്? ചേച്ചി, എങ്ങനെയുണ്ട് ചേച്ചി? വാവ്, അടിപൊളിയായിട്ടുണ്ട് മാളവിക. മാളവിക, ദേവൻ. അമ്മായി, ദേവേട്ടന്റെ കയ്യിൽ ഇങ്ങനെ തന്നെ എഴുതണം. എനിക്ക് മെഹന്തി കുന്തമൊന്നും വേണ്ട. കല്യാണ ചെറുക്കനാവുമ്പോ കയ്യില് മൈലാഞ്ചിയും കവളത്തൊരു കറുത്ത പൊട്ടുമൊക്കെ വേണ്ടേ? എനിക്കതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല ദേവേട്ടാ. ദേവേട്ടാ, പ്ലീസ് ദേവേട്ടാ. വേണ്ട മാളവിക. നിന്റെ ഭ്രാന്ത് നീ നിന്റെ കയ്യിൽ എഴുതിയതോടെ നിർത്തിക്കൂടെ? എന്റെ ഭർത്താവിന്റെ പേരിനൊപ്പം നിന്റെ പേര് കാണിച്ചു തരാം. വരുന്നുണ്ടടി. എന്റെ ഭർത്താവിന്റെ പേര് വേണോ അല്ലേ? വേറൊന്നും നിനക്ക് എഴുതാൻ തോന്നിയില്ലേ? തേച്ചോ, മുഖം മുഴുവനും തേച്ചോ. തേക്ക്.